ഹലോ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്സിൻ്റെ ഒരു സീരീസാണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും നേവിയിലേക്കുമുള്ള എക്സാംസിന്, എൻട്രൻസ് എക്സാംസിന് വരുന്ന മാത്സിൻ്റെ പ്രാക്ടീസ് ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുന്നവർ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമ്മൾ വിശദമായി ചെയ്യുന്നതെന്ന് നോക്കി പഠിച്ച് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. നിങ്ങൾ എക്സാമിന് എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ എന്താണ് ഇതിൻ്റെ ബേസിക്സ് എല്ലാം നമ്മൾ പഠിച്ചായിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ എ വില്ലേജ് 5:3 ആണ്. ഇഫ് ദർ ആർ 800 മെയിൽസ് ഇൻ ദ വില്ലേജ് ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മെയിലിൻ്റെ എണ്ണം, അതായത് മെയിലിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. എത്ര? 5 യൂണിറ്റ് തന്നിരിക്കുന്നത്. അതേപോലെ ഫീമെയിലാണ് തന്നിരിക്കുന്നത് എത്ര? 3 യൂണിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോയെ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിലിൻ്റെ എണ്ണത്തെ നമുക്ക് എന്ത് പറയാം? 5 × x എന്നും, അതായത് 5x എന്നും, ഫീമെയിലിൻ്റെ എണ്ണത്തെ 3x എന്നും പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത ഈ എക്സും ഇവിടുത്തെ എക്സും നമ്മൾ 5x റേഷ്യോ 3x ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള എക്സും ഇവിടുത്തെ എക്സും കട്ട് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനൽ റേഷ്യോ 5:3 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, ഇവിടെ നമ്മൾ റേഷ്യോയിൽ നിന്ന് എന്ത് എഴുതി? 5x എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ എണ്ണവും മെയിലും, 3x എന്ന് പറഞ്ഞാൽ ഫീമെയിലുമാണ്. അത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് ദർ ആർ 800 മെയിൽസ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ മെയിലിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത് 800 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 5x അല്ലേ 800 എന്ന് തന്നിരിക്കുന്നത്? അതെ, 5xൻ്റെ വാല്യൂ ആണ് നമുക്ക് 800 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 5x എന്ന് പറഞ്ഞാൽ 5 × x ആണ്. അപ്പോൾ 5 × x ആണ് 800 എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഈ ഗുണം ഇവിടെ വരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 800 / 5 എന്ന് കിട്ടും. അപ്പോൾ 800 / 5 എത്രയാണ്? 8-നകത്ത് 5 1, ബാക്കി 3 ശിഷ്ടം, 30-നകത്ത് 5 6, പിന്നെ 0, 160 ആണ് എന്ത് കിട്ടിയത്? നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ്. അപ്പം ഫീമെയിലിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫീമെയിലിൻ്റെ എണ്ണം എന്നാ എടുത്തത്? 3x എന്നാണ് എടുത്തത്. നമുക്ക് എന്തറിയാം? എക്സിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? ഫീമെയിലിന് 3xൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 160 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? 3xൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 160 ആണെങ്കിൽ 3x എത്രയാണ്? അപ്പം എക്സിനെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 3x വന്നത്? × 3 ചെയ്യണം. അതേ ഓപ്പറേഷൻ ഇവിടെയും ചെയ്യുക. അപ്പോൾ 160 × 3. 160 × 3 എത്രയാണ്? 16 × 3 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. 16 × 3 എത്രയാണ്? 48. 48 ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 480. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഫീമെയിലിൻ്റെ എണ്ണം എത്രയാണ്? ഫീമെയിൽ എത്രയാണ്? 480. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതേ മെത്തേഡിൽ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഈസ് 7 cm ദെൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ സർഫസ് ഏരിയ ഈ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്പിയറിൻ്റെ ഇക്വേഷൻസ് വേണം. അപ്പോൾ സ്പിയറിൻ്റെ ഇക്വേഷൻസിന് വേണ്ടി നമുക്ക് അതൊന്ന് ഒരു നോട്ടായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മൾ ഒരു ഗോളാകൃതിയിലുള്ളതാണ് സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പിയറിന് എന്തുണ്ട്? സ്പിയറിന് വോളിയം ഉണ്ട്. സ്പിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് 4/3 π × πr³. അപ്പോൾ r എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്പിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ r എന്ന് പറയുന്നത്. πr³ r³ ആണ് എന്ത്? വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത്. അതേപോലെ ഇനി നമുക്ക് സർഫസ് ഏരിയ ഓഫ് സ്പിയർ. സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്താണ്? 4 × π × r². π × r². r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്, സ്പിയറിൻ്റെ റേഡിയസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 4/3 πr³. ഇത് വെച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 4/3 π × r³ ആണ് എന്ത്? സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ റേഡിയസ് ഓഫ് സ്പിയർ തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ എത്ര കിട്ടി? 7 cm എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ സർഫസ് ഏരിയക്ക് ഞാൻ എസ് എന്ന് കൊടുത്തു. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4 × π × എന്താണ്? r² ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? പൈക്ക് നമ്മുടെ വാല്യൂ ഇടണം. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22/7
7 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു പൈക്ക് വരെ എന്ത് കൊടുത്തു? 22/7. 22/7 ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? 7 ആണ് തന്നിരിക്കുന്നത്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഗുണം 7 വന്നു. അപ്പോൾ ഇവിടുത്തെ ക്യാൻസൽ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. 7 7 കൂടെ ക്യാൻസൽ ചെയ്തു. നമുക്ക് എത്ര വന്നു? 88. അതായത് 4 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 88. 88 ഗുണം 7. അപ്പോൾ 88 ഗുണം 7 എത്രയാണ്? ഇതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഇത് നമുക്ക് ഡയറക്റ്റ് 8 ഇൻറ്റു 7 56. അതിന് 6 എഴുതുക. ശിഷ്ടം എത്രയാണ്? 5. ബാക്കി 7 ഗുണം 8 56. 56ൻ്റെ കൂടെ ഈ ശിഷ്ടവും കൂടെ കൂട്ടുക. 56 5 61. അങ്ങനെ 616. ഇവിടെ സെന്റിമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർഫസ് ഏരിയ എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും. സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 616 സെന്റിമീറ്റർ സ്ക്വയർ. ഈ 88 ഇൻറ്റു 7 നമുക്ക് എങ്ങനെ വേറൊരു രീതി കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? 88നെ ഞാൻ എങ്ങനെ എഴുതി? 80 + 8 എന്ന് എഴുതി. അതേ ഗുണം 7 ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം 80 ഗുണം 7 അതായത് 560 പ്ലസ് അടുത്ത 7 ഗുണം 8 അതായത് 56. 560 56 കൂട്ടുന്നത് നമുക്ക് എത്ര കിട്ടുന്നത്? 616 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 616 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചേ. ദ സം ഓഫ് എനി 2 നമ്പേഴ്സ് 25 ആണ്. ഇഫ് ദർ ഡിഫറൻസ് ഈസ് 13. അങ്ങനെ എന്താണ്? സമ്മ് 25ഉം ഡിഫറൻസ് 13 ആണ്. ഇത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഫൈൻഡ് ദ 2 നമ്പേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ അറിയാത്തത്? ആ 2 നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ നമ്പറിനെ ആദ്യത്തെ നമ്പറിനെ ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ നമ്പറിനെ ഞാൻ എന്ത് കൊടുത്തു? പി എന്ന് കൊടുത്തു. ഇത് ആദ്യത്തെ നമ്പറാണ്. ഇത് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറാണ്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സം ഓഫ് 2 നമ്പേഴ്സ് എനി 2 നമ്പേഴ്സ് ഈസ് 25. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 25 എന്ന് തന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനെ ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? 13 ആണ്. അപ്പം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. എത്ര? 13 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ടുന്നത്? ഫൈൻഡ് ദ 2 നമ്പേഴ്സ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഇക്വേഷൻ ആണ്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് എത്രാമത്തെ ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഇക്വേഷൻ 1ഉം അടുത്ത ഇക്വേഷൻ 2ഉം കൂടെ എന്ത് ചെയ്തു? കൂട്ടി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? എങ്ങനെ വരും? എ പ്ലസ് ബി ലെഫ്റ്റ് സൈഡ് കൂട്ടണം. എ പ്ലസ് ബി പ്ലസ് ഇനി ഇത് എ മൈനസ് ബി ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡ് കൂട്ടുക. 25 + 13. 25 + 13 വന്നു. അപ്പോൾ ഇത് എത്ര വരും? ഇവിടുത്തെ പ്ലസ് ബിയും ഇവിടുത്തെ മൈനസ് ബിയും കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് 2a വാല്യൂ കിട്ടും. എ പ്ലസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a വാല്യൂ കിട്ടും. എത്ര? 38 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി? ഇതിൽ നിന്ന് എയുടെ വാല്യൂ എത്ര കിട്ടി? 38/2. 38/2 എത്ര വരും? 19. 19 ആണ് എയുടെ വാല്യൂ കിട്ടിയത്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 19 കിട്ടിയല്ലോ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക? എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എയുടെ വാല്യൂ എത്ര കൊടുത്തു? ഒന്നാമത്തെ ഇക്വേഷനിൽ. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എത്ര കൊടുക്കണം? 19 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 - b = 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 25 - 19 എത്ര കിട്ടും? ഇവിടെ അപ്പുറത്ത് വരുമ്പോൾ ഈക്വൽ ടു അപ്പുറത്ത് വരുമ്പോൾ എന്താവും? +19 - 19 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 നമ്പർ കിട്ടി. എ ഈക്വൽ ടു എത്ര? 19. അതേപോലെ ബി ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എൽസിയം കാണാനുള്ള ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എൽസിയം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എൽസിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടോട്ട് എഴുതാം. അപ്പം എൽസിയം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽസിയം എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് 3ന്റെയും 4ന്റെയും എൽസിയം ആണ്. അപ്പോൾ 3ന്റെയും 4ന്റെയും എൽസിയം കണ്ടുപിടിക്കാൻ എൽസിയം എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ടേബിൾ എഴുതും. അതായത് 1 × 3 3 ആണ്. അതേപോലെ 2 × 3 6 ആണ്. 3 × 3 9 ആണ്. 3 × 4 12 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് 3ന്റെ ടേബിൾ പോകുന്നത്. അതുപോലെ 4ന്റെ ടേബിൾ 1 × 4 4 ആണ്. 2 × 4 എത്രയാണ്? 8 ആണ്. അതുപോലെ 3 × 4 എത്രയാണ്? 12 ആണ്. അതുപോലെ 4 × 4 16. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എൽസിയം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3ന്റെയും 4ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ നോക്കേ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏത് മൾട്ടിപ്പിൾ ഉള്ളത്? ലീസ്റ്റ് ആയിട്ടുള്ളത് 3 × 4 ഇവിടെ 12 ആണ്. അതേപോലെ ഇവിടെയും 3 × 4 12 ആണ്. അതായത് 3ന്റെ ടേബിളിലും 4ന്റെ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ചെറിയ നമ്പർ ഏതാണ്? 12 ആണ്. അപ്പോൾ 12 ആണ് ഇവിടുത്തെ എൽസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൽസിയം ഓഫ് 8 10 15 16 20. അപ്പോൾ ഇതിന്റെ എൽസിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ നമ്പറിന്റെ എല്ലാം ആദ്യത്തെ കോമൺ ആയിട്ട് വരുന്ന ഇതേപോലുള്ള മൾട്ടിപ്പിൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടേബിൾ ഇങ്ങനെ ഇതേപോലെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മെത്തേഡ് കണ്ടുപിടിച്ചിരുന്ന അതിന്റെ പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ് അതിന്റെ ആ മെത്തേഡിന്റെ പേര്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈം നമ്പർ, അതായത് പ്രൈം നമ്പർ ഏതൊക്കെയാണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ ആ നമ്പർ മാത്രം ഫാക്ടർ ആയിട്ടുള്ളതിനാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2
അതേപോലെ 3, അതേപോലെ 5, 7, 11, 13, 17, അങ്ങനെ 19, അങ്ങനെ പോകുന്നതാണ് ഇത് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 5-നകത്ത് ഇതിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1ഉം 5ഉം. അല്ലാതെ ഈ 5-നെ നമുക്ക് 1 × 5 എന്നല്ലാതെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. അതേപോലെ 11-നെ 1 × 11 എന്നല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5-ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1ഉം 5ഉം ആണ്. 11-ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1ഉം 11ഉം ആണ്. അപ്പം 1ഉം ആ നമ്പരും മാത്രം ഫാക്ടറായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതണം. അപ്പം LCM കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പൊ LCM ഓഫ് 8, 10, 15, 16, 20 ഇതിന്റെ LCM ആണ് വേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 8-നെ എന്ത് ചെയ്യണം? 8-നെ ഇതിന്റെ ഏതെങ്കിലും ഒരു ഫാക്ടറായിട്ട് എഴുതണം. അതായത് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ന്റെ ക്യൂബാണ്. അതായത് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 എന്നറിയാം. 2ന്റെ ക്യൂബ് ആണ് എത്ര? 8 എന്ന് പറയുന്നത്. അപ്പൊ 8-നെ എന്ത് എഴുതി? 2ന്റെ ക്യൂബ് എന്ന് എഴുതി. ഇനി 10-നെ എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. ഈ എഴുതുന്നതെല്ലാം എന്തായിരിക്കണം? നമ്മൾ പ്രൈം നമ്പറിലായിരിക്കും ഫാക്ടറൈസ് ചെയ്യുന്നത്. 2ഉം പ്രൈം നമ്പറാണ്, 5ഉം പ്രൈം നമ്പറാണ്. ഇനി 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 5 ആണ്. അപ്പൊ 3ഉം പ്രൈമാണ്, 5ഉം പ്രൈമാണ്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാം. 3ഉം 5ഉം. ഇനി 16-നെ എങ്ങനെ എഴുതാം? 16 എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ ക്യൂബ് 8 ആണെങ്കിൽ 2⁴ ആണ് എന്ത്? 16 എന്ന് പറയുന്നത്. അത് ഒരു 2 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2⁴ എന്ന് പറഞ്ഞാൽ 2-നെ 4 വട്ടം കൂടിക്കുകയാണ്. 2 × 2 × 2 × 2 അങ്ങനെയാണ് 16. അപ്പൊ നമ്മൾ 16-നെ എങ്ങനെ എഴുതി? 2⁴ എഴുതി. ഇനി 20-നെ എങ്ങനെ എഴുതാം? 20-നെ 5 × 4 എന്ന് എഴുതാം. 4-നെ നമ്മൾ എങ്ങനെ എഴുതിയത്? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? നമ്മൾ എല്ലാത്തിനെയും പ്രൈം നമ്പറിൽ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. പ്രൈം നമ്പറിന്റെ ഫാക്ടറിൽ എഴുതി. ഇനി LCM എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രൈം നമ്പർ എഴുതിയല്ലോ. പ്രൈം നമ്പർ എഴുതിയിട്ട് ഓരോന്നിലും ഏറ്റവും വലിയ, അതായത് പ്രൈം നമ്പറിന്റെ ഏറ്റവും വലിയ പവർ ആയിരിക്കും, പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കുക, എല്ലാ നമ്പറിലും 2 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ. ഏതൊക്കെ പ്രൈം നമ്പർ അവിടെ ഉള്ളത്? 2 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ഉണ്ട്. പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഉള്ളത് ഇതിനകത്ത്? 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. ഈ 2ഉം 5ഉം 3ഉം അല്ലേ ഇവിടെ ഉള്ളത്? അതിന്റെ പല പവറാണ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ പ്രൈം നമ്പർ ഉള്ളതിൽ ഏറ്റവും വലിയ പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്ത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇപ്പൊ 2ന്റെ ഹയസ്റ്റ് പവർ എത്രയാണ് ഉള്ളത്? ഇവിടെ കണ്ടോ? 2⁴. ഇപ്പൊ 2⁴ അതേപോലെ എഴുതി. ഗുണം അടുത്ത പ്രൈം നമ്പർ ഏതാ ഉള്ളത്? 3. അപ്പൊ 3ന്റെ ഏറ്റവും വലിയ പവർ ഏതാ ഉള്ളത്? 3⁻1 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 3⁻1. 3⁻1 എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. ഇനി എന്താണുള്ളത്? 5. 5ന്റെ ഹയസ്റ്റ് പവർ എത്ര ഉള്ളത്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 5 തന്നെയാണ്. അപ്പൊ ഇതാണ് എന്ത്? ഹയസ്റ്റ് പവർ. ഇതായിരിക്കും എന്ത്? ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും ഇത്? 2⁴ എന്ന് പറഞ്ഞാൽ 16 × 3 × 5. അപ്പൊ ഇത് എത്ര വരും നമുക്ക്? 16 × 15. അപ്പൊ 16 × 15 എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യമേ 15 × 6 ചെയ്യും. അത് 90 ആണ്. 15 × 6 90 ആണ്. 0 ഇടുക. ഇഷ്ടം 9. 15 × 1. ഇനി അടുത്ത നമ്പരോട്ട് മൾട്ടിപ്ലൈ. 15 × 1 15. 15 9 24. അതായത് 240 ആണ് എന്ത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ 240 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ നമ്പർ. 8ന്റെ ടേബിളിലും 10ന്റെ ടേബിളിലും 15ന്റെ ടേബിളിലും 16ന്റെ ടേബിളിലും 20ന്റെ ടേബിളിലുള്ള ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 240. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇത്ര നമ്പറിന്റെ LCM കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേക്കുന്നത് രാം എന്ന് പറയുന്ന ആള്, രാം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days ആൻഡ് മോഹൻ ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടുഗദർ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? അപ്പം രാം 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, അതിൽ മോഹൻ 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. എത്ര ദിവസം ഇവർ രണ്ടുപേരൂടെ ചെയ്താൽ ഈ വർക്ക് കംപ്ലീറ്റ് ആവും? അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് രാമിന് എത്ര ദിവസം എടുക്കും? 10 ദിവസം, 10 ഡേയ്സ് എന്ന് തരും. ഇനി അതേപോലെ മോഹൻ എത്ര ദിവസം എടുക്കും? മോഹൻ എത്ര ദിവസം എടുക്കും? 15 ഡേയ്സ് എന്ന് തരും. അപ്പൊ ഇവര് ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 10ന്റെയും 15ന്റെയും ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഒരു LCM എന്തായിട്ട് എടുക്കണം? ടോട്ടൽ വർക്കായിട്ട് എടുക്കണം. അപ്പൊ 10ന്റെ 15ന്റെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത് 10ഉം 15. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 30 എന്ന് പറയുന്ന നമ്പർ. 30 എന്ന് പറഞ്ഞാൽ 10 × 3 ആണ്, 15 × 2 ആണ്. 10 × 3 ആണ്, 15 × 2 ആണ്. അതല്ലേ ഏറ്റവും ചെറിയ നമ്പർ. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. ടോട്ടൽ വർക്ക് എത്ര വരും? ഞാൻ 30 യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അപ്പൊ 30 യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് 30 യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഈ 30 യൂണിറ്റ് രാം എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നത്? 10 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നത്. അതേപോലെ ഈ 30 യൂണിറ്റ് തന്നെ മോഹൻ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നത്? 15 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. അപ്പം ഒരു ദിവസം കൊണ്ട് രാം എത്ര യൂണിറ്റ് ചെയ്യും? അതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? എഫിഷ്യൻസി ഓഫ് രാം. എഫിഷ്യൻസി ഓഫ് രാം എന്ത് കിട്ടും? ടോട്ടൽ 30 ആണ്. 30 യൂണിറ്റ് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 3 യൂണിറ്റ് പെർ ഡേ. ഇതാണ് എന്ത്? നമ്മുടെ എഫിഷ്യൻസി ഓഫ് രാം. അതേപോലെ എഫിഷ്യൻസി ഓഫ് EFF എന്ന് എഴുതുക. എഫിഷ്യൻസി ഓഫ് മോഹൻ എന്ത് വരും?
ടോട്ടൽ ചെയ്യാനുള്ള 30 യൂണിറ്റ് എത്ര ദിവസം കൊണ്ടാവും ചെയ്യുന്നത്? 15 ദിവസം കൊണ്ടായിരുന്നു. അപ്പോൾ 30/15 2 യൂണിറ്റ് പെർ ഡേ. അപ്പോൾ ഈ എത്ര യൂണിറ്റ് വർക്ക് ഒരു ദിവസം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ആദ്യത്തെ ആള് 3 യൂണിറ്റ് പെർ ഡേ ചെയ്യും, രണ്ടാമത്തെ ആള് 2 യൂണിറ്റ് പെർ ഡേ ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ടുഗദർ അവരെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു? അതായത് മോഹനും വർക്ക് ചെയ്യും, രാമും വർക്ക് ചെയ്യും. അപ്പം 3 യൂണിറ്റും 2 യൂണിറ്റും, അപ്പോൾ അതായത് 5 യൂണിറ്റ് ഇവർ രണ്ടുപേരുടെ ടുഗദർ ഒരുമിച്ചാണെങ്കിൽ, ടുഗദർ എന്ന് പറഞ്ഞാൽ രാമും ഉണ്ട് മോഹനും ഉണ്ട്. അങ്ങനെ ടുഗദർ ആണെങ്കിൽ എത്ര? 5 യൂണിറ്റ് പെർ ഡേ ചെയ്യും. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വർക്ക് ഉണ്ട്? 30. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു ഡേയിൽ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 30 യൂണിറ്റ് വർക്ക് ചെയ്യും. ഒരു ഡേയിൽ 5 യൂണിറ്റ് വർക്ക് ചെയ്യും. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ടുപേരുടെ. നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? 30 യൂണിറ്റ് വർക്ക് ഉണ്ട്. അത് ഇവിടെ എത്ര ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 30 യൂണിറ്റ്. 30 യൂണിറ്റ് എത്ര വെച്ചാൽ ചെയ്യുന്നത്? 30/5. 30/5 എന്ന് പറഞ്ഞാൽ എത്ര? 6 ഡേയ്സ്. 6 ഡേയ്സ് എന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇനി ഇത് ഞാൻ ഷോർട്ടായിട്ട് ചെയ്തു തരാം. ഇപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് ഞാൻ ഷോർട്ടായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് കിട്ടി 10 രാമിന്റെ ദിവസം, മോഹന്റെ ദിവസം എത്ര? 15 ദിവസം. അപ്പൊ ഇതിന്റെ ഒരു LCM നമ്മൾ 30 ദിവസമാണ് ടോട്ടൽ വർക്കായിട്ട് എടുത്തു. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ കിട്ടും. അപ്പൊ ഇവിടുന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കും. അപ്പൊ എഫിഷ്യൻസി എത്ര കിട്ടി? ഇവിടെ 30/10 3ഉം ഇവന്റെ എഫിഷ്യൻസി 2ഉം. അപ്പൊ രണ്ടുപേരുടെ ഒരു ദിവസം എത്ര ചെയ്യും? 5 യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം. നമുക്ക് എന്താ വേണ്ടത്? എത്ര ദിവസം ഇവർ രണ്ടുപേരോട് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നു? അപ്പൊ നമുക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് 30 ആണ്. എത്ര ദിവസമാണ്? ഒരു ദിവസം അവർ എത്ര യൂണിറ്റ് ചെയ്യുന്നത്? 5 യൂണിറ്റ്. അങ്ങനെ 5 യൂണിറ്റ് വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് തീരും? 30/5, അതായത് 6 ദിവസം. അതിന്റെ അർത്ഥം എന്താണ്? 6 ദിവസം. ഒരു ദിവസം 5 വെച്ചിട്ട് അവർ 6 ദിവസം ചെയ്യും. അതായത് ആദ്യത്തെ ദിവസം 5 യൂണിറ്റ് ചെയ്യും, രണ്ടാമത്തെ ദിവസം 5 യൂണിറ്റ് ചെയ്യും. അങ്ങനെ ഇവർ എത്ര ദിവസം ചെയ്യും? 6 ദിവസം ചെയ്യും. അങ്ങനെ 6 × 5 30 വരുന്നത്. അങ്ങനെ ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10%, 20% ആൻഡ് 30% ആർ ഈക്വൽ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്ക് ഡിസ്കൗണ്ട് എന്താണ് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ പെർസെൻറ്റേജ് എന്താണെന്ന് അറിയാം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100-ൽ എത്രയാണെന്നാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് 50% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 50% എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ആണ്. അതായത് 50/100 എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അപ്പം 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജിന്റെ ഈ ചിഹ്നത്തെ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 100/100 അതായത് 1 ആണ്. 100% 1 ആണ്. അപ്പൊ 100-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും, അതായത് ഒരു സാധനം, ഇപ്പൊ ഡിസ്കൗണ്ട് എന്താണെന്നാണ് പറയുന്നത്. ഒരു സാധനത്തിന്റെ MRP എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വെച്ചോ. അപ്പൊ ഇതിനകത്ത് ഞാൻ 5% ഡിസ്കൗണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ 5% ഡിസ്കൗണ്ട് 5% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ എത്രനാണ്? ഇത് മാർക്കറ്റ് പ്രൈസ് ആണ്. അതിനകത്ത് എഴുതിയേക്കുന്ന വില. അപ്പൊ നമ്മൾ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എത്രയെന്ന് വെച്ചാൽ 5% ഡിസ്കൗണ്ടിന് ശേഷമാണ് ഇത് നമുക്ക് എന്ത് ചെയ്തത്? സെല് ചെയ്തത്. അപ്പൊ 100-ന്റെ 5% എത്ര നോക്കണം. അപ്പൊ 100-ന്റെ 5% എന്ന് പറഞ്ഞാൽ 100 × 5%. 5% മാറ്റുന്നത് എങ്ങനെയാണ്? ബൈ 100. അപ്പൊ 100 × 5/100 എത്രയാണ്? അപ്പം 5 ആണ്. അപ്പൊ 100-ന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അതേ വാല്യൂ തന്നെ ആയിരിക്കും. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100-ന്റെ 5% എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. 100-ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. 100-ന്റെ 99% എന്ന് പറഞ്ഞാൽ 99 ആയിരിക്കും. അപ്പൊ 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എത്രയാണ് ഇത് വെക്കുന്നത്? 95-നാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് ഡിസ്കൗണ്ട്? 5 രൂപയാണ് ഡിസ്കൗണ്ട്. ഇതാണ് ഡിസ്കൗണ്ടിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് 100 രൂപയുടെ സാധനം 95 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കൂ. സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 100%, 10%, 20%, 30%. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആദ്യത്തെ വില നമ്മൾ 100 രൂപയാണെന്ന് അസ്യൂം ചെയ്യണം. അപ്പൊ 100 രൂപയായിരുന്നു നമ്മുടെ വില എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പൊ ആദ്യത്തെ എത്ര ഡിസ്കൗണ്ട് ചെയ്തത്? 10% ഡിസ്കൗണ്ട് ചെയ്തു. 10% ഡിസ്കൗണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് 10% കുറച്ചു. അപ്പൊ 100-ന്റെ 10% എത്ര? 100-ന്റെ എത്ര ശതമാനം? 100-ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. 100-ന്റെ 2% എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 100-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അപ്പൊ 100-ൽ നിന്ന് എത്ര രൂപ കുറച്ചു? 10 രൂപ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ എത്രയായി? 90 ആയി. ഇനി എന്താ ചെയ്യുന്നത്? 90-ൽ നിന്ന് അടുത്ത ഡിസ്കൗണ്ട് എത്ര? 20%. അപ്പൊ ഇതിനകത്ത് നിന്ന് 90-ന്റെ 20% കുറയ്ക്കണം. അപ്പൊ 90-ന്റെ 20% എത്ര? 90 × 20/100 എത്ര വരും? ഇത് ബൈ 5 ആണ്. എത്രയാണ്? 18 എന്ന് വരും. 18 ആണ് എന്ത്? നമ്മുടെ 90-ന്റെ 20%. അപ്പൊ ഇവിടെ നിന്ന് എത്ര രൂപയല്ല പറയുന്നത്? 18 രൂപ കുറയും. അപ്പൊ 90-ൽ നിന്ന് 18 പറഞ്ഞാൽ എത്ര? 72 രൂപയാണ്. ഇനിയും തീർന്നിട്ടില്ല. ഇനി അടുത്തൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അടുത്ത ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് 30% ഡിസ്കൗണ്ട്. ഇനി 72-ന്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 × 30/100. ഇതാണ് 72-ന്റെ 30% ഡിസ്കൗണ്ട്. ഇത് എത്ര വരും? നമുക്ക് 72 × 3/10. 72 × 3 എത്രയാണ്? നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? 3 × 2 6,
7 3 21 216/10 വരും. അതായത് 21.6 രൂപ കുറയും. അപ്പോൾ ഇതിൽ നിന്ന് 21.6 രൂപ നമുക്ക് കുറയും. അപ്പോൾ എത്ര വരും നമുക്ക്? 21 പറയുമ്പോൾ എത്ര വരും? 72 നിന്ന് 20 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 52 ആണ്. പിന്നെ ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ 51 ആണ്. ഇത് 50.4 എന്ന് പറഞ്ഞു. അതായത് നമുക്ക് എന്താണ്? ആദ്യമേ 100 രൂപയുടെ സാധനം എത്രയായി? ഇപ്പം 50.4 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒറ്റ എഫക്റ്റീവ്, ഈ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ, സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3ന്റെ എഫക്റ്റ് നമ്മൾ ഒറ്റ ഒന്നിലേക്ക് കൊണ്ടുവരണം. അപ്പം 100ന്റെ സാധനം എത്രയാണ് വിറ്റു? 100ന്റെ സാധനം വിറ്റത് എത്രയാണ്? 50.4 അപ്പോൾ എത്രയാണ് നമുക്ക് കുറഞ്ഞത്? 49.6 ആണ്. അപ്പൊ 49.6 ആണ് എന്ത് നമുക്ക് കുറഞ്ഞത്. അപ്പൊ നമുക്കിത് ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജിലാണ്. അപ്പൊ 49.6 നമ്മുടെ ഇനിഷ്യൽ വില എത്രയാണ്? 100. 100ൽ എത്ര പെർസെന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്? പെർസെന്റേജ് എത്രയാണെന്ന് ചോദിക്കാൻ ഇൻറ്റു 100 ചെയ്യും. അപ്പൊ ഇത്രയും പെർസെന്റേജ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? ഈ 100 ക്യാൻസൽ ചെയ്ത് 49.6% ആണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സക്സസീവ് ആയിട്ട് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 49.6. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ആവറേജിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് എന്താണെന്ന് അറിയണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ്, ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ആണ്, സം ബൈ നമ്പർ. ഇതിനാണ് എന്ത് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നേക്ക് നോക്കൂ, ആവറേജ് 12 ബോയ്സ് ഈസ് 10 ഇയേഴ്സ്. ഇപ്പൊ 12 പേരുടെ 12 പേരുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പറാണ്. എന്താ ആവറേജ് എത്ര തന്നേക്കുന്നത്? 10 ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് സം എത്ര കിട്ടും? അവരുടെ അത്രയും സം ഓഫ് ഏജ് എത്ര കിട്ടും? ഇപ്പൊ ഇവിടുന്ന് ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പറാണ്. അപ്പം നമുക്ക് നമ്പരും ഉണ്ട് ആവറേജും ഉണ്ട്. അപ്പൊ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പൊ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പൊ എത്ര വരും? ആവറേജ് എത്ര വരും? 10 ഇൻറ്റു എത്രയാണ്? 12. നമ്പർ എന്ന് വെച്ചാൽ 12. അതായത് 120 ആണ് എന്ത് ഇവരുടെ സം എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് വിച്ച് ദ ആവറേജ് ഏജ് ഓഫ് 11 ബോയ്സ് ഈസ് 9 ഇയേഴ്സ്. അപ്പൊ 11 സം ഓഫ് ഏജ് ഓഫ്, ഇത് സം ഓഫ് ഏജ് ഓഫ് ഓൾ ബോയ്സ് ആണ്. ഇവിടെ സം ഓഫ് ഏജ് ഓഫ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഏജ് ഓഫ് എത്ര? 11 ബോയ്സ് കിട്ടും. അപ്പൊ 11 ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ആവറേജ് ഇൻറ്റു ആവറേജ് എത്ര വന്നിരിക്കുന്നത്? 9 ഗുണം അവരുടെ നമ്പർ എത്ര ഉള്ളത്? 11. ഇതാണ് സം എന്ന് പറയുന്നത്. അത് 99. അപ്പൊ 99 ആണ് എന്ത്? 11 പേരുടെ ആവറേജ്. അപ്പൊ ഇത് 12 ബോയ്സ് ആണ്. ഫൈൻഡ് ദ ആവറേജ് ഏജ് ഓഫ് 12 ബോയ്സ്. അപ്പൊ നമുക്ക് ടോട്ടൽ 12 പേരുടെയും സം എത്രയാണ് കിട്ടിയത്? 120 എന്ന് പറഞ്ഞത് 12 പേരുടെ സമ്മ. അതിൽ 11 പേരുടെ സം എത്ര ഉണ്ട്? 99 ഉണ്ട്. അപ്പം 12ാമത്തെ 12th ബോയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ടോട്ടൽ 12 പേരുടെ ഏജ് മൈനസ് എന്ത്? 11 പേരുടെ ഏജ്. അപ്പൊ ഇത് 12 പേരുടെ ഉണ്ട്, ഇത് 11 പേരുടെ ഉണ്ട്. അപ്പൊ ഇതിന്ന് ടോട്ടലിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 12ാമത്തെ ഏജ് കിട്ടും. അത് എത്ര കിട്ടും? 21 ഇയർ ആയിരിക്കും നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ് തന്നിട്ടുണ്ട് 30, ബ്രെഡ്ത്ത് 20, ഫൈൻഡ് ദ പെരിമീറ്റർ. അപ്പൊ നമ്മൾ റെക്ടാങ്കിൾ എങ്ങനെ ആയിരിക്കുന്നത് നോക്കണം. റെക്ടാങ്കിൾ എങ്ങനെ ഇരിക്കുന്നത്? ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് വെച്ചോ. ഇതിന്റെ ലെങ്തിനെ ഞാൻ എ എന്നും കൊടുത്തു, ബ്രെഡ്ത്തിനെ ഞാൻ ബി എന്നും കൊടുത്തു. അപ്പൊ ഇതെന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇതും എ ആയിരിക്കും, ഇതും ബി ആയിരിക്കും. നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ ലെങ്തിനെയാണ്, ഈ ഫുൾ ലെങ്തിനെയാണ് എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പെരിമീറ്ററിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒരു എ വരും, എ പ്ലസ് ഇവിടുത്തെ ബി വരും, പിന്നെന്താണ്? ഇത് എ വരും, അടുത്ത എന്താണ്? അടുത്ത ഈ ബി വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 വട്ടം എയും ഉണ്ട്, 2 വട്ടം ബിയും ഉണ്ട്. അപ്പൊ നമുക്ക് 2 a പ്ലസ് 2b എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 2 a പ്ലസ് ബി. അപ്പൊ നിങ്ങൾ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് കാണുമ്പോൾ ഈ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. 2 a പ്ലസ് ബി. നമുക്ക് എയും തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 30 തന്നിരിക്കുന്നത്. ബിയുടെ വാല്യൂ, ബ്രെഡ്ത്തിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 20 തന്നിരിക്കുന്നത്. നമ്മൾ എന്തോ ചോദിച്ചിരിക്കുന്നത്? പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, a പ്ലസ് ബി. അതായത് 30, എക്ക് 30 കൊടുക്കുക, ബിക്ക് 20 കൊടുക്കുക. അപ്പൊ എത്ര വരും? 2 ഇൻറ്റു 50 എന്ന് വരും. 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എത്ര? 100 മീറ്റർ ആണ് എന്ത് നമ്മുടെ പെരിമീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ക്യൂബും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ക്യൂബിന്റെ നിങ്ങൾ മിനിമം ഒരു 15 വരെയുള്ള ക്യൂബ് കാണാതെ പഠിക്കണം. അപ്പൊ നമുക്കറിയാം എന്താ 1ന്റെ ക്യൂബ്. അപ്പൊ ഞാൻ ക്യൂബ് ഒന്ന് എഴുതാം. 1ന്റെ ക്യൂബ് 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്. അറിയാത്തവരെ എഴുതി പഠിക്കുക. 4ന്റെ ക്യൂബ് 64. ഇത് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ചെയ്തു കാണാതെ എഴുതി നോക്കുക. 125. 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് എത്രയാണ്? 512. അതേപോലെ 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. അടുത്ത നമ്മുടെ 11ന്റെ ക്യൂബ് 1331. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. 12ന്റെ ക്യൂബ് 1728. അതേപോലെ 13ന്റെ ക്യൂബ് 2197. അതേപോലെ 14ന്റെ ക്യൂബ് 2744. അതേപോലെ 15ന്റെ ക്യൂബ്
3375. ഇത് നിങ്ങൾ ഡെയിലി ഒരു 5 ദിവസം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 2197. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു നമ്പർ എ ക്യൂബ് എന്ന് പറയുന്നതാണ് 2197. അപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നമ്പറിനെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 2197 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേ, എയുടെ വാല്യൂ ഏതാണ്? 13ന്റെ ക്യൂബ് അല്ലേ നമുക്ക് 2197. അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ എന്താണ്? അപ്പോൾ 13 ആണ്. അപ്പോൾ 13 ആണ് എയുടെ വാല്യൂ. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 13ന്റെ ക്യൂബാണ് ഇത്ര 2197. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്യൂബുകൾ പഠിച്ചു വെക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റും. അതറിയാമെങ്കിൽ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സം 18440 അറ്റ് 15% പെർ ആനം ഫോർ 4 years. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പലിശയാണ്. അപ്പോൾ പലിശ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 15% പെർ ആനം. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ 100 രൂപയാണ് ഞാൻ ആദ്യം ഇടുന്നെങ്കിൽ, അപ്പോൾ 100ന്റെ 15% എത്രയാണ്? ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ് 100ന്റെ 15% എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. അപ്പോൾ 100 രൂപയാണ് ഇടുന്നെങ്കിൽ എത്ര രൂപയായിരിക്കും പലിശ എന്ന് പറയുന്നത്? 15 രൂപ പലിശ. അതായത് ഒരു വർഷം കഴിയുമ്പോൾ അത് 115 രൂപയായിട്ട് വരും. അത് പലിശയും കൂടെ ചേർക്കും. അപ്പോൾ ഇവിടെ ഒരു വർഷം 15% തന്നിട്ടുള്ളത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ എത്ര വർഷമുണ്ട്? 4 വർഷമുണ്ട്. അപ്പം ആദ്യത്തെ വർഷം നമുക്ക് എത്ര പെർസെൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും? 15%. അതുപോലെ രണ്ടാമത്തെ വർഷം എത്ര കിട്ടും? 15%. അടുത്ത മൂന്നാമത്തെ വർഷം എത്ര കിട്ടും? 15%. അതുപോലെ നാലാമത്തെ വർഷം 15%. ഇങ്ങനെയാണ് എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് പോകുന്നത്. ഇത് ഫസ്റ്റ് ഇയറിൽ, ഇത് സെക്കൻഡ് ഇയറിൽ, ഇത് തേർഡ് ഇയറിൽ, ഇതെന്താണ് ഫോർത്ത് ഇയറിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതി കൂട്ടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു വർഷം 15 ആണെങ്കിൽ ഒരു വർഷം 15 ആണ്. അങ്ങനെ എത്ര വർഷമുണ്ട്? 4 വർഷം ഇൻറ്റു 4. ഇതാണ് എന്ത് നമ്മുടെ എഫക്റ്റീവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 15% ഇൻറ്റു 4. എത്ര? 15 ഇൻറ്റു 4 എത്രയാണ്? 60%. അപ്പം ആദ്യത്തെ എമൗണ്ടിന്റെ 60% ആയിരിക്കും എന്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് എത്ര തന്നിട്ടുള്ളത്? ഇവിടെ പി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എത്രയാണ്? 18,440. അപ്പോൾ ഇതിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 60%. 60% എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 100 ആണ്. 60/100 ആണ്. ഇത് എത്ര വരും? 6നെ 2 വെച്ച് കിട്ടുമ്പോൾ 3/5. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ബാക്കി 34, 6, 44-നകത്ത് 8, 40-നകത്ത് 8 ഇൻറ്റു 3. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ 3 × 8 4, 2, 8 26, 26-ന് 6, ശിഷ്ടം 2, 6 3 18, 2 20, ശിഷ്ടം 2, പിന്നെ 9 11, 11,064. ഇതായിരിക്കും ഇത്രയും രൂപയായിരിക്കും എന്ത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ആർമിയിൽ വിവിധ എക്സാമുകളിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. അപ്പം എല്ലാവർക്കും